നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മപ്പാസ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 1 കിലോ, ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിൽ ക്യൂബായിട്ട് കട്ട് ചെയ്തത് 3 എണ്ണം, സവോള തിന്നായി കട്ട് ചെയ്തത് 2 കപ്പ്, പച്ചമുളക് 2ആയി കട്ട് ചെയ്തത് 6 എണ്ണം, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, നാളികേരത്തിൻ്റെ 1-ാം പാൽ 1 കപ്പ്, നാളികേരത്തിൻ്റെ 2-ാം പാൽ 3 കപ്പ്, നാരങ്ങ പകുതിയായി കട്ട് ചെയ്തത്. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയിട്ട് വഴറ്റുക. ഇത് ശരിക്കും വഴന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് ഒന്നുകൂടി വഴറ്റുക. ഇത് കുറേ ബ്രൗൺ കളർ ആവണ്ട. നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി എന്നിവയിട്ട് വഴറ്റുക. മസാലപ്പൊടികൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ കുറച്ച് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഏകദേശം 8 മിനിറ്റോളം പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുവാൻ മറക്കരുത്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ചിക്കനും പൊട്ടറ്റോയും നന്നായി വെന്ത് ഗ്രേവി കുറുകി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഗ്രേവി കുറുകി വരും. നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. See you next week. Bye bye.